യൂറോപ്പിലേക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം അത് എസ്പെഷ്യലി സ്റ്റുഡൻസിനാണ് കേട്ടോ എന്ന് പറയുന്നത് വിൻ്റർ എൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പാർട്ട് ടൈമിനുള്ള ഓപ്ഷൻസ് കൂടുതലായിരിക്കും. എസ്പെഷ്യലി ഞാനിപ്പോൾ ഉള്ള രാജ്യങ്ങളിലൊക്കെ മെയിൻ ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത സമയത്ത് ഡിസംബറിൽ മാത്രമേ ഒരു എന്താ പറയുക എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ. എല്ലാം ഓപ്പൺ ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് തിരക്കില്ലാത്ത സാഹചര്യത്തിലുള്ള വർക്കേഴ്സിനെ വരെ പിരിച്ചു വിടേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഞാൻ കിച്ചണിൽ ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തവരൊക്കെ അവർ പിരിച്ചു വിട്ടു. മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കില്ലാത്തപ്പോൾ ഇപ്പോൾ രണ്ടാളെ കിച്ചണിലിടേണ്ട കാര്യം അവർക്കില്ല, ഒരാൾ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ജോലി ഇല്ലാണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിടത്ത് നല്ലൊരു സ്ഥലത്ത് കയറി പറ്റണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വിൻ്റർ എൻഡിൽ വരുന്നതാണ്. വിൻ്ററിൽ വരുന്നവർക്കും ജോലിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടി സമയമെടുത്ത് ആണ് ജോലി കിട്ടുന്നത് വിൻ്ററിൽ വരുന്നവർക്ക്. പക്ഷെ ആ സാഹചര്യങ്ങളിലൊക്കെ വോൾട്ട് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വോൾട്ടിലൂടെ വർക്കിനൊക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ അതപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും വർക്കൗട്ട് ആയില്ലെങ്കിലോ സമ്മർ ആയി കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വിൻ്ററിൻ്റെ ടൈമിലും സർവൈവ് ചെയ്യാനുള്ള ഒരു എമൗണ്ടൊക്കെ ആക്കി കയ്യിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് 3 മാസത്തെ നമ്മുടെ റെൻറ്റിനും എക്സ്പെൻസിനും ഉള്ളത് കൈ കീപ്പ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളത്. വർക്ക് ചെയ്ത് നമ്മളത് സൂക്ഷിച്ച് കയ്യിലൊരു സേഫ്റ്റി എമൗണ്ട് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ചാ.